ടോപ്പ് ട്യൂഷൻ്റെ ജിയോഗ്രഫി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 ഹ്യൂമൻ റിസോഴ്സ് ഫോർ നാഷണൽ ഡെവലപ്മെന്റിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: can you find out the factors used in paddy cultivation? പാഡി കൾട്ടിവേഷനിൽ യൂസ് ചെയ്ത ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ പാഡി കൾട്ടിവേഷനിൽ വരുന്ന 4 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ലാൻഡാണ്, പിന്നെ ലേബർ, പിന്നെ ക്യാപിറ്റൽ, പിന്നെ വരുന്നത് ഓണ്ടർപ്രണർഷിപ്പാണ്. അപ്പോൾ ലാൻഡ് പറയുന്നത് ഫാം ലാൻഡ് പോലത്തെ ഫാം ഫീൽഡ് പോലത്തെ ലാൻഡുകളാണ്. ലേബർ പറയുന്നത് ഈ ഫാം ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഫാമേഴ്സാണ്. പിന്നെ ക്യാപിറ്റൽ പറയുന്നത് സീഡ്സ്, എക്യുപ്മെൻറ്റൊക്കെയാണ്. പിന്നെ ഓണ്ടർപ്രണർഷിപ്പ് വന്നിട്ട് ഈ ഫാക്ടേഴ്സിനെയൊക്കെ ഓർഗനൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The factors used in paddy cultivation are land, like the farm field; labor, which is the work done by farmers; capital includes seeds and equipment; entrepreneurship organizes all these factors. Question: what are the different purposes for which the paddy cultivated in the farmlands can be used by the producers? Producers അവരുടെ farmlandsൽ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള പാഡി എന്തൊക്കെ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അവരുടെ ഫാം ലാൻഡ്സിൽ കൾട്ടിവേറ്റ് ചെയ്ത പാഡി വന്നിട്ട് 2 മെയിൻ പർപ്പസസിനാണ് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് അവരുടെ സ്വയം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യും. അതായത് അവരുടെ ഫുഡിനും കൺസപ്ഷനൊക്കെ വേണ്ടിയിട്ട് ഈ പാഡി യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത് വന്നിട്ട് ഒരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻകം ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പാഡീസ് വന്നിട്ട് അവർക്ക് വേണമെങ്കിൽ മാർക്കറ്റിൽ കൊണ്ട് സെല് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സെല് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അതിൽ നിന്നും കിട്ടുന്ന ഇൻകം മറ്റ് ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The paddy cultivated can be used for 2 main purposes. First, the producers can use it for their own food and consumption. Second, they can sell the paddy in the market to earn an income. This income helps them meet their other needs. Question: what is barter system? List down the disadvantages of barter system. ബാർട്ടർ സിസ്റ്റം പറഞ്ഞാൽ എന്താണ്? ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ക്യാഷ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഗുഡ്സ് തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. ഈ ഒരു സിസ്റ്റത്തിനെയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു ഗുഡ്സ് കൊടുത്തിട്ട് മറ്റൊരു ഗുഡ്സ് വാങ്ങുന്നതിനെയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയാം. അതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടായിരിക്കും. പിന്നെ വന്നിട്ട് ഒരു ഗുഡ് വന്ന് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ആ ഒരു കാലത്ത് വന്നിട്ട് ഫ്യൂച്ചർ പേയ്മെൻറ്റ്സിനുള്ള പ്രൊവിഷനൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വെൽത്ത് സ്റ്റോർ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അതോടൊപ്പം ടൈം കൺസ്യൂമിങ് ആയിരുന്നു ഈ ഒരു സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The barter system is the system where the goods were exchanged for goods when money did not exist. Disadvantages of the barter system are difficulty in determining the price of goods, hard to divide goods equally, no provision for future payments, difficult to store wealth, time consuming. Question: which age group is likely to have more willingness and ability to work? Why? ഏത് ഏജ് ഗ്രൂപ്പിനാണ് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള വില്ലിങ്നെസ്സും അതുപോലെ എബിലിറ്റിയും ഉള്ളത്? എന്തുകൊണ്ട്? ഇപ്പോൾ 15 ഇയേഴ്സ് ഓഫ് ഏജും അതിൻ്റെ മേലെയുള്ള ആളുകൾക്കാണ് കൂടുതലായിട്ട് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റിയും വില്ലിങ്നെസ്സും ഉള്ളത്. ഈ ഒരു ഗ്രൂപ്പിനെ വന്നിട്ട് കൺട്രിയുടെ ലേബർ ഫോഴ്സായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ജനങ്ങൾക്ക് വന്നിട്ട് ഫിസിക്കലായിട്ടും അതുപോലെ തന്നെ മെൻ്റലിയും അവർ വളരെ മെച്ചുവേർഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The age group of 15 years and above is likely to have more willingness and ability to work. This group is considered the labor force of the country. People in this age group are generally physically and mentally mature enough to take on jobs. They contribute positively to the income and growth of the economy. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: how can we strengthen the human capital? Human capital എങ്ങനെ നമുക്ക് strengthen ചെയ്യാൻ പറ്റും?
ഇപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ നമുക്ക് പല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാം. അതിൽ ചില മെത്തേഡ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഈ ഒരു വർക്ക് ഫോഴ്സിനെ ഹെൽത്തി ആയിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. രണ്ടാമത് വന്നിട്ട് അവരുടെ സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ എഡ്യൂക്കേഷനിൽ നമുക്ക് ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവുന്നതാണ്. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ അവർക്കൊരു എംപ്ലോയി ഫ്രണ്ട്ലി എൻവിറോൺമെൻറ്റ് റെഡിയാക്കി കൊടുക്കുക എന്നാണ്. അതോടൊപ്പം തന്നെ അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. We can strengthen human capital in several ways. We must provide better health facilities to keep the workforce healthy. Large-scale investment in education is necessary to improve skills. We should also emphasize skill development and create an employee-friendly work environment. Question: How does declining health affect individual and national development? ഹെൽത്ത് ഡിക്ലൈനിങ്ങിലൂടെ ഇൻഡിവിജ്വലിനും നാഷണൽ ഡെവലപ്മെൻറ്റിലും ഏതൊക്കെ രീതിയിലായിരിക്കും എഫക്റ്റ് ഉണ്ടാവുക? ഇപ്പോൾ ഹെൽത്ത് ഡിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലിനും അതോടൊപ്പം തന്നെ നാഷനും നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടാവും. ഇപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ കേസസ് എടുക്കുകയാണെങ്കിൽ ഡിക്ലൈനിങ് ഹെൽത്ത് വന്നിട്ട് പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. അതേസമയം നാഷൻ എടുക്കുകയാണെങ്കിൽ ഒരു കൺട്രിയുടെ പ്രൊഡക്ഷനാണ് അവിടെ സ്ലോ ഡൗൺ ചെയ്യുന്നത്. ഇത് വന്നിട്ട് കൺട്രിയുടെ ഓവറോൾ പ്രോഗ്രസ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഡിക്ലൈനിങ് ഹെൽത്ത് നെഗറ്റീവ്ലി എഫക്ട്സ് ബോത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ദ നേഷൻ. ഫോർ ആൻ ഇൻഡിവിജ്വൽ ഇറ്റ് ഡിക്രീസസ് ദെയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ദേ മേ ഹാവ് ടു റിഫ്രെയിൻ ഫ്രം വർക്ക്. ഫോർ ദ നേഷൻ ദിസ് ലീഡ്സ് ടു എ സ്ലോ ഡൗൺ ഇൻ പ്രൊഡക്ഷൻ. ദിസ് ഹിൻഡേഴ്സ് ദ ഓവറോൾ പ്രോഗ്രസ് ഓഫ് ദി കൺട്രി. ക്വസ്റ്റ്യൻ: ഹൗ ഡസ് അൺഎംപ്ലോയ്മെൻറ്റ് എഫക്റ്റ് അവർ ലൈഫ്സ്? എങ്ങനെയാണ് അൺഎംപ്ലോയ്മെൻറ്റ് നമ്മുടെ ലൈഫ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഒരു വ്യക്തിക്ക് ജോലി ചെയ്യാൻ വളരെയധികം ആഗ്രഹമുണ്ട്, പക്ഷെ ആ ഒരു വ്യക്തിക്ക് എവിടെ നിന്നും ജോലി കിട്ടുന്നില്ല. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് ആ വ്യക്തിയുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അൺഎംപ്ലോയ്മെൻറ്റ് കാരണം ഈ ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ടും അതുപോലെ തന്നെ അവരുടെ ഫാമിലീസിനെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയുകയില്ല. അതുമാത്രമല്ല ഒരു കൺട്രിയുടെ ഫുൾ ഹ്യൂമൻ റിസോഴ്സസ് യൂസ് ചെയ്യാനും അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Unemployment is a condition where a person wants to work but cannot find a job. This condition affects our lives very negatively. It prevents the full use of human resources for development. It also creates economic hardship for individuals and their families. Question: What is meant by human resources? Human resources പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും അതോടൊപ്പം അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ജനങ്ങളാണ്. ഹ്യൂമൻ റിസോഴ്സസ് ആണ് കൺട്രീൻ്റെ വർക്ക് ഫോഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവർ വന്നിട്ട് അവരുടെ ഫിസിക്കലും അതുപോലെ മെൻ്റൽ എബിലിറ്റീസും യൂസ് ചെയ്തിട്ട് നാച്ചുറൽ റിസോഴ്സസിനെ ഒരു യൂസ്ഫുൾ പ്രൊഡക്ട്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു കൺട്രിയുടെ ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് എന്ന് പറയുന്നത് ഈ പീപ്പിൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Human resources are the people who can work and contribute to the production process. They are a country's workforce. They use their physical and mental abilities to turn natural resources into useful products. People are country's most important resource. Question: What is productivity? Productivity പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. ഇപ്പോൾ ഓരോ എക്കണോമിക് റിസോഴ്സസിൻ്റെയും പ്രൊഡക്ടിവിറ്റി പറയുന്നത്, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർഷിപ്പ്, ഈ ഒരു എക്കണോമിക് റിസോഴ്സസിൻ്റെ പ്രൊഡക്ടിവിറ്റി വന്നിട്ട് ആ ഒരു സിസ്റ്റത്തിൻ്റെ ഓവറോൾ പ്രൊഡക്ടിവിറ്റീനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. പ്രൊഡക്ടിവിറ്റി ഈസ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. Productivity of each economic resources like land, labor, capital and entrepreneurship affects the overall productivity of the system. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question: What is human capital? Human capital പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ സ്കിൽസ് അല്ലെങ്കിൽ നോളജ് അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ എക്കണോമിക് വാല്യൂ ആണ് ഹ്യൂമൻ ഹെൽത്ത്. അതായത്
ഒരു എക്കണോമിക് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റീസിനെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ നമുക്ക് എഡ്യൂക്കേഷനിലൂടെയും ട്രെയിനിങ്ങിലൂടെയൊക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഒരു നേഷൻ്റെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, വാല്യൂബിൾ ആയിട്ടുള്ള ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആയ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഹ്യൂമൻ ക്യാപിറ്റൽ is the economic value of a person's skill, knowledge and health. It is like a stock of abilities that can be used to produce economic value. We can increase our human capital through education and training. Educated and healthy people are valuable human capital for a nation. Question: What is human capital formation? Human capital formation പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രിയിലുള്ള ജനങ്ങളുടെ സ്കിൽസും എബിലിറ്റീസും ഇംപ്രൂവ് ചെയ്യുന്നതിനെയാണ്. ഇത് നമുക്ക് എഡ്യൂക്കേഷനിലൂടെയും ഹെൽത്തിലൂടെയും ട്രെയിനിങ്ങിലൂടെയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ടുള്ള വർക്ക് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ആഡിങ് to the stock of human capital over time. It means improving the skills and abilities of the people in a country. This is done through investments in education, health and training. The goal is to create a more productive workforce. Question: Why is education important for human capital formation? Human capital formation എന്തുകൊണ്ടാണ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്? ഹ്യൂമൻ ക്യാപിറ്റൽ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ വന്നിട്ട് ജനങ്ങൾക്ക് പുതിയ സ്കിൽസും അതുപോലെ തന്നെ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. എഡ്യൂക്കേറ്റഡ് പീപ്പിൾക്ക് വന്നിട്ട് ബെറ്റർ ജോബ്സും അതുപോലെ തന്നെ ഹയർ ഇൻകംസും അവർക്ക് ഏൺ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എഡ്യൂക്കേറ്റഡ് പീപ്പിൾസ് വന്നിട്ട് കൺട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ബിൽഡിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ. It helps people learn new skills and use modern technology. Educated people can get better jobs and earn higher incomes. They contribute more to the country's development. Question: How does health influence human capital formation? Human capital formation എങ്ങനെയാണ് ഹെൽത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഒരു ഹെൽത്തി പേഴ്സണിന് എഫിഷ്യൻ്റായിട്ടും അതുപോലെ പ്രൊഡക്റ്റീവായിട്ടും വർക്ക് ചെയ്യാൻ കഴിയും. അതേസമയം പുവർ ഹെൽത്ത് വന്നിട്ട് ഒരു വ്യക്തിയുടെ വർക്കിംഗ് എബിലിറ്റിയും അതുപോലെ തന്നെ ലേണിംഗ് എബിലിറ്റിയൊക്കെ റെഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഹ്യൂമൻ ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Health is very important factor in human capital formation. A healthy person can work more efficiently and productively. Poor health reduces a person's ability to work and learn. Therefore, investing in healthcare helps create strong human capital. Question: What is WHO? What is health as per WHO? WHO പറഞ്ഞാൽ എന്താണ്? WHO സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് പറഞ്ഞാൽ എന്താണ്? WHO പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. ഇപ്പോൾ WHO സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ വെൽബീയിങ്ങും ഫിസിക്കലും മെൻ്റലുമായിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ പുവർ ഹെൽത്ത് ഉള്ള ജനങ്ങൾക്ക് വന്നിട്ട് ഒരു കൺട്രിയുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് എഫക്റ്റായിട്ട് കോൺട്രിബ്യൂഷനൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. WHO means World Health Organization. According to WHO, health is a state of physical, mental and social well-being. People with poor health cannot contribute effectively to the progress of the country. Question: What is the role of job training in creating human capital? Human capital create ചെയ്യുന്നതിൽ ജോബ് ട്രെയിനിങ്ങിൻ്റെ റോള് എന്താണ്? ഇപ്പോൾ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഘടകമാണ്.
അപ്പോൾ ഇത് വന്നിട്ട് എംപ്ലോയീസിന് അവരുടെ ജോലിക്ക് ആവശ്യമായിട്ടുള്ള സ്പെസിഫിക് സ്കിൽസ് ലേൺ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് വന്നിട്ട് പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയുമാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ജോബ് ട്രെയിനിങ് ഈസ് എസെൻഷ്യൽ ഫോർ ഡെവലപ്പിംഗ് പ്രൊഫഷണൽ സ്കിൽസ്. ഇറ്റ് ഹെൽപ്സ് എംപ്ലോയീസ് ലേൺ ദ സ്പെസിഫിക് skills needed for their jobs. This training increases their productivity and efficiency. It helps human capital formation reach its peak. Subscribe to this channel for more videos like this. Question: What is migration and how does it relate to human capital? Migration പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് ഹ്യൂമൻ ക്യാപിറ്റലുമായി റിലേറ്റ് ആയിട്ടുള്ളത്? ഇപ്പോൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ബെറ്റർ ലൈഫിനും വർക്കിനും വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലോട്ടുള്ള ജനങ്ങളുടെ മൂവ്മെൻ്റ് ആണ്. ഇപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള പീപ്പിൾ മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഹോം കൺട്രിയിലുള്ള ഹ്യൂമൻ ക്യാപിറ്റലിന് അത് വളരെയധികം നഷ്ടമായിരിക്കും. അപ്പോൾ ഒരു ബെറ്റർ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് വന്നിട്ട് ഈ ഒരു മൈഗ്രേഷൻ മാനേജ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. മൈഗ്രേഷൻ ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ for work or a better life. When skilled people migrate, it can be a loss of human capital for their home country. However, it is also a way for individuals to use their skills and earn more. Governments need to manage migration to support human capital formation. Question: What is poverty? Poverty പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത വരുന്ന ഒരവസ്ഥയെയാണ് പോവേർട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ബേസിക് നീഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ എന്നിവയൊക്കെയാണ്. പോവേർട്ടി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ ലോ ഇൻകമും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസിൻ്റെ ലാക്ക് മൂലമാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ ഒരു മേജർ ബാരിയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. പോവേർട്ടി ഈസ് എ സ്റ്റേറ്റ് വെർ എ പേഴ്സൺ cannot meet their basic needs. These needs include food, clothing, shelter, education, and health care. Poverty is caused by low income and lack of opportunities. It is a major barrier to human capital formation. Question: How does poverty create a barrier to human capital formation? Human capital formation എങ്ങനെയാണ് പോവേർട്ടി ഒരു ബാരിയർ ആയിട്ട് മാറുന്നത്? ഇപ്പോൾ പോവേർട്ടി എന്ന് പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിലെ ഒരു ബിഗ്ഗസ്റ്റ് ചാലഞ്ചാണ്. അതായത് പാവപ്പെട്ട ജനങ്ങൾക്ക് വന്നിട്ട് അവരുടെ കുട്ടികൾക്ക് ബെറ്റർ എഡ്യൂക്കേഷനും അതുപോലെ ഹെൽത്ത് കെയറും അഫോർഡ് ചെയ്യാൻ കഴിയുകയില്ല. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികൾക്ക് ലോ സ്കിൽസും പുവർ ഹെൽത്തുമാണ് ഉണ്ടാവുന്നത്. ഈ ഒരു സൈക്കിൾ ഓഫ് പോവേർട്ടി വന്നിട്ട് ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Poverty is the biggest challenge for human capital formation. Poor people cannot afford good education or health care for their children. This means their children may have low skills and poor health. This cycle of poverty prevents the development of human capital. Question: What are the different types of unemployment? Different types of unemployment ഏതൊക്കെയാണ്? ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് 4 ടൈപ്പാണ്. അതിൽ ആദ്യത്തെ പറയുന്നത് ഓപ്പൺ അൺഎംപ്ലോയ്മെൻ്റ് ആണ്, പിന്നെ വരുന്നത് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ്, പിന്നെ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റും ലാസ്റ്റ് വരുന്നതാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റും. അപ്പോൾ ഈ ഓരോ അൺഎംപ്ലോയ്മെൻറ്റും എന്താണെന്നും അതെങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: There are various types of unemployment in the country and they are open unemployment or willing to work but unemployed, structural unemployment or job loss due to the introduction of new technology, seasonal unemployment or employment during a particular season and remaining unemployed during the rest of the time, disguised unemployment or a condition where more than the number of laborers required are employed in production process without any change in total output. Question: What is the knowledge economy? നോളേജ് എക്കോണമി പറഞ്ഞാൽ എന്താണ്? നോളേജ് എക്കോണമി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയും അതുപോലെ തന്നെ ഇൻ്റലിജൻസും യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്കണോമിക് സിസ്റ്റമാണ്. ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയിലൂടെ
എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യുക എന്നാണ്. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇൻ്റലക്ച്വൽ പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതിലും അത് സെല്ല് ചെയ്യുന്നതിലാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഈ ഒരു എക്കോണമിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, റിസർച്ചേഴ്സ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The knowledge economy is an economic system that uses intelligence and information technology. The goal is to achieve economic growth through intellectual capacity. It focuses on creating and selling intellectual products. Scientists, researchers, and software developers are important in this economy. Next, നമ്മൾ പഠിക്കാൻ പോകുന്നത് fill in the blanks one word type questions-കളാണ്. Question. The 4 factors of production are land, labor, capital, and dash. Answer. Entrepreneurship. Next question. The reward for labor is called dash. Answer. Wages. Next question. The system of exchanging goods for goods is known as the dash system. Answer. Barter system. Next question. The economic value of human resources is called human dash. Answer. Capital. Question. The process of adding to the stock of human capital over time is known as dash. Answer. Human capital formation. Next question. People who can work and can be used in the production process are called dash. Answer. Human resources. Next question. According to WHO, health is a state of physical, mental, and social dash. Answer. Well-being. Next question. The permanent or temporary movement of people from one region to another is called dash. Answer. Migration. Next question. The state of not being able to meet even our basic needs is called dash. Answer. Poverty. Next question. Dash unemployment is a condition where a person is willing to work but is unemployed. Answer. Open. Next question. Employment that is available only during a particular season is called dash unemployment. Answer. Seasonal unemployment. Next question. The introduction of new technology can cause dash unemployment. Answer. Structural unemployment. Question. A condition where more laborers than required are employed is called dash unemployment. Answer. Disguised. Next question. The ability of each factor of production to produce goods and services is called dash. Answer. Productivity. Next question. An economic system that uses intelligence and information technology is called the dash economy. Answer. Knowledge economy. Next question. All man-made resources that aid the production process are called dash. Answer. Capital. Next question. For utilizing land, the reward is dash. Answer. Rent. Next question. The labor force of the country consists of the population of dash of age and above who are willing and able to work. Answer. 15 years. Next question. Money in the form of plastic cards and electronic transfers is a modern form of dash. Answer. Money. Last question. Dash is the process of combining land, capital, and labor appropriately to make production possible. Answer. Entrepreneurship. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.